പുണ്യഭാരതത്തിന്റെ അമരഗാഥ, അതിന്റെ സംസ്കൃതി, സ്വത്വബോധം, അതീത ഗൗരവം, ദേശീയ സ്വാഭിമാനം എന്നിവ വീണ്ടെടുക്കുവാൻ വൈദേശിക അതിക്രമങ്ങളോട് സമരസപ്പെടാതെ നടത്തിയ നിരന്തര സംഘർഷങ്ങളുടെ വീരഗാഥയാണെന്നത് ചരിത്ര സാക്ഷ്യമാണ്. ഭാരതത്തിന്റെ ആത്മാവിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച് ഭാരതാംബയെ അപമാനിതയാക്കുവാൻ ഓരോ ഭാരതീയന്റെയും ആശയും ആകാംക്ഷയുമായ നമ്മുടെ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളെ വൈദേശിക ശക്തികൾ ധ്വംസിച്ചു. സോമനാഥം, കാശി, മധുര, അയോധ്യ എന്നീ ക്ഷേത്രധ്വംസനങ്ങൾ ഇന്നും ഭാരതീയ സ്മൃതിപഥങ്ങളിൽ ജീവസുറ്റു നിൽക്കുന്നു. 1528 മുഗൾ ആക്രമകാരി ബാബർ എന്ന ഇന്ത്യന്റെ കരങ്ങളാൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ധ്വംസിക്കപ്പെട്ട മാപ്പർഹിക്കാത്ത പ്രവൃത്തി ഭാരതത്തിന്റെ ആത്മാവിനെ ഒട്ടൊന്നുമല്ല ദൃഢമാക്കിയത്. രാമക്ഷേത്രത്തിന് ഏൽപ്പിക്കുന്ന ക്ഷതം ഭാരതത്തിന്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്ന ക്ഷതമാകുമെന്ന തിരിച്ചറിവായിരുന്നു ഈ ആക്രമത്തിന്റെ പ്രചോദനം. പഞ്ചേന്ദ്രിയങ്ങളിലും രോമകൂപങ്ങളിൽ പോലും രാമനെ ആവാഹിച്ച ജനതയ്ക്ക് ഈ അപമാനം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അയോധ്യയ്ക്കുമേലുള്ള കടന്നാക്രമണങ്ങൾ ഭാരത മാനസത്തെ വല്ലാതെ ഉലച്ചുകളഞ്ഞിരുന്നു. നീചരായ വൈദേശിക ശക്തികൾ ഭാരത പൈതൃകത്തിനുമേൽ അനസ്യൂതം ആഘാതമേൽപ്പിച്ചുകൊണ്ടിരിക്കെ ഭാരതം തന്റെ ആത്മഗൌരവം വീണ്ടെടുക്കുവാനുള്ള സംഘർഷത്തിന് ഉലയൂതിയൊരുക്കുകയായിരുന്നു. രാമജന്മഭൂമിക്ക് മേൽ പണിതുയർത്തിയ ബാബരി നിർമ്മിതി ഭാരത മാനസങ്ങൾ അമർഷത്തോടെ നോക്കുന്നതിനൊപ്പം അത് നീക്കം ചെയ്യാനുള്ള ദൃഢസങ്കല്പവും ശക്തിയും തങ്ങളിൽ സന്നിവേശിപ്പിക്കുകയായിരുന്നു. ആത്മാഭിമാനത്തിന്റെ രണഭൂമിയിൽ ഹൈന്ദവ സമൂഹം ദൃഢചിത്തരായി നിലകൊണ്ടു. രാമജന്മഭൂമിയിൽ ഉയർന്ന ബാബറി നിർമ്മിതിയെ പറിച്ചെറിയുന്നതിനായി അവർ യുദ്ധമുഖങ്ങളിൽ അണിനിരന്നു. സരയു പലകുറി നിണമണിഞ്ഞു ചുവന്നു പാഞ്ഞു. തദ്ദേശീയരായ ശാസകരും സന്യാസി വര്യന്മാരും രാമഭക്തരും രാമജന്മഭൂമിയുടെ മുക്തിക്കായി ജീവാഹൂതിയേകി. 74ഓളം ചെറുതും വലുതുമായ യുദ്ധങ്ങൾ. പലകുറി നാം പരാജയം നുണഞ്ഞെങ്കിലും ജയിക്കുവാനുള്ള ദൃഢനിശ്ചയം ഉള്ളിൽ ഉറഞ്ഞിരുന്നു. വാൾമുനകൾക്ക് സ്വജീവ രക്തം കൊണ്ട് ഛായം നൽകിയ ഹിന്ദു സമാജം പക്ഷേ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. അവരുടെ സങ്കല്പം അജേയമായിരുന്നു. 1947 ഭാരതം സ്വതന്ത്രമായതോടെ നൂറുകണക്കിന് വർഷങ്ങളായി നടന്നുവന്ന രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് പുതു ഊർജവും ഭാവവും കൈവന്നു. 1949 ഡിസംബർ 23 രാമജന്മഭൂമിയിൽ എതിർശ്യ ഒരു രാമവിഗ്രഹം പ്രത്യക്ഷമായി. ആയിരക്കണക്കിന് രാമഭക്തന്മാർ ദർശന പുണ്യത്തിനായി ഒഴുകിയെത്തി. ഭാരതത്തിന്റെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിവാദഭൂമിയിലെ രാമവിഗ്രഹം നീക്കം ചെയ്യുവാൻ ഉത്തർപ്രദേശ് സർക്കാരിന് നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശ് സർക്കാർ രാമവിഗ്രഹം നീക്കം ചെയ്യുവാൻ അയോധ്യയിലെ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ബലപ്രയോഗം വേണ്ടിവന്നാൽ അതിനുള്ള അനുജ്ഞയും നൽകി. നരസംഹാരത്തോടെയല്ലാതെ ഇത് സാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് കളക്ടർ പിൻവാങ്ങി. നിർദ്ദേശങ്ങൾ മറ്റൊരു കളക്ടർ വെച്ച് നടത്തുവാൻ അദ്ദേഹം സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അങ്ങനെ രാമവിഗ്രഹം തൽസ്ഥാനത്ത് തുടർന്നു. എന്നാൽ വിവാദഭൂമിയിലേക്കുള്ള ഭക്തരുടെ പ്രവേശനം തടയപ്പെട്ടു. ക്ഷേത്ര പൂജാരിക്ക് മാത്രം നൈവേദ്യ പൂജകൾക്കുള്ള അനുമതി നൽകി. രാമഭക്തർ വിവാദഭൂമിക്ക് പുറമേ നിന്ന് തങ്ങളുടെ പ്രാണസ്വരൂപത്തെ വന്ദിച്ച് സായുജ്യമടങ്ങി. ഭാരതത്തിലെ ഹിന്ദു സമൂഹത്തിന് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ ഏറുകയായിരുന്നു. വിവാദ വിഷയം കോടതിയുടെ പരിധിയിലെത്തി. രാമന്റെ അയോധ്യയിലെ ജനനത്തിനും സ്വത്വത്തിനും മേൽ എതിർകക്ഷികൾ ചോദ്യങ്ങൾ ഉന്നയിച്ചു, തെളിവുകൾ ആരാഞ്ഞു. ഭാരതത്തിലെ ഹൈന്ദവ ഹൃദയങ്ങൾ ഇടറി നുറുങ്ങി. സ്വതന്ത്ര ഭാരതത്തിലും ഹൈന്ദവന്റെ സ്വാഭിമാനത്തിന് പരിരക്ഷയുണ്ടായിരുന്നില്ല. വെല്ലുവിളികളുടെ ഈ വിഷമസന്ധിയിൽ 1984 ദില്ലിയിലെ വിഗ്യാൻ ഭവനിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഒരു മത പാർലമെന്റ് വിളിച്ചു ചേർത്തു. രാജ്യത്തുടനീളമുള്ള സാധു സന്യാസിമാർ രാമജന്മഭൂമിയുടെ മുക്തിക്കായി ആഹ്വാനം ചെയ്തുകൊണ്ട് രാമജന്മഭൂമി മുക്തിയജ്ഞ സമിതിക്ക് രൂപം നൽകി. രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരട്ടെ എന്ന ഭാരത ജനമാനസങ്ങളുടെ അതിതീവ്ര അഭിലാഷം മതപാർലമെന്റിൽ അലയടിച്ചുയർന്നു. വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ രാമജന്മഭൂമി വീണ്ടെടുക്കുവാനായി സമരകാഹളം മുഴങ്ങി. രാമജന്മഭൂമി മുക്തജ് സമിതിയുമായി ചേർന്ന് രാജ്യത്തുടനീളം രാമജാനകി രഥയാത്രകൾ സംഘടിപ്പിച്ചു. രാമലീലകളിലെ രാമകഥകളിൽ മനം കുരുത്ത് ഭാരതത്തിന്റെ ജനതതി വീണ്ടും രാമമന്ത്രങ്ങൾ ഉരുവിട്ടു. ഏവരുടെ ഹൃത്തടങ്ങളിൽ ഒരേ ഒരു പ്രതിജ്ഞയും ലക്ഷ്യവും ശ്രീരാമജന്മഭൂമിയിൽ ഭവ്യ രാമക്ഷേത്രമുയരുക. 1989 വിശ്വഹിന്ദു പരിഷത്തിന്റെ നിർദ്ദേശപ്രകാരം ഗ്രാമാന്തരങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് ശ്രീരാമശിലകൾ അയച്ചു നൽകി. 2,75,000 ഗ്രാമങ്ങളിൽ നിന്നുമുള്ള ശിലകൾ അയോധ്യയിൽ സമാഹൃതമായി. രാമക്ഷേത്രത്തിന്റെ ശിലാന്യാസം നിർണയിക്കപ്പെട്ടു. സന്യാസി ശ്രേഷ്ഠന്മാരും സമിതി കാര്യകർത്താക്കളും നേതൃത്വം നൽകി. ക്ഷേത്ര പ്രതിനിധി ശ്രീ കാമേശ്വർ ചൌപാൽ 1989 നവംബർ 9 തീയതി
രാമമന്ദിരത്തിനുള്ള ആധാരശില സ്ഥാപിച്ചു. ഒരു വിശാല ജനവിഭാഗത്തിന്റെ ആത്മാംശമായ രാമരാജാവിന്റെ ക്ഷേത്ര നിർമ്മാണം എന്ന ആഹ്വാനവുമായി 1990 ശ്രീ ലാൽകൃഷ്ണ അദ്വാനിയുടെ നേതൃത്വത്തിൽ സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് രഥയാത്ര പുറപ്പെട്ടു. ജനപഥങ്ങളിൽ നിന്നും ഉണർവിന്റെ ലാവാപ്രവാഹങ്ങൾ അണപൊട്ടി. തങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് പ്രാർത്ഥന പേറി സമാജം ഈ യാത്രയിൽ അണിചേർന്നു. ഒരു പ്രതിരോധത്തിനും ഈ മഹാസമരധാരയെ തടയുക സാധ്യമായിരുന്നില്ല. 1990 ഒക്ടോബർ 31 1990 നവംബർ 1 വിശ്വഹിന്ദു പരിഷത്ത് രാമഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ദേശവാസികളോട് കർസേവയ്ക്ക് ആഹ്വാനം നൽകി. ഫലസ്വരൂപമായി ഭാരതത്തിന്റെ നാനാകോണിൽ നിന്നും ലക്ഷോപലക്ഷം രാമഭക്തർ സരയൂ പ്രവാഹമായി അയോധ്യയിലേക്ക് ഒഴുകിയെത്തി. ഒരു രാഷ്ട്രത്തിന്റെ ഏകാത്മഭാവനയുടെ വിരാട് രൂപം നാം അവിടെ ദർശിച്ചു. കർസേവകരെ തടയുവാനായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി മുലായം സിംഗ് യാദവ് ഒരു ഈച്ച പോലും കടക്കാത്ത സുരക്ഷയ്ക്ക് നിർദ്ദേശം നൽകി. പ്രതിഷേധത്തിനും പ്രതിരോധത്തിനും മുഖം കനക്കുകയായിരുന്നു. അയോധ്യയ്ക്ക് 100-200 കിലോമീറ്ററുകൾക്കപ്പുറം വെച്ച തീവണ്ടികൾ തടയപ്പെട്ടു. തദ്ദേശീയ സർക്കാർ അയോധ്യയെ അക്ഷരാർത്ഥത്തിൽ യുദ്ധഭൂമിയാക്കി മാറ്റുകയായിരുന്നു. അയോധ്യയിലേക്കുള്ള റോഡ് മാർഗങ്ങളും തീവണ്ടികളും തടഞ്ഞുകൊണ്ട് ഓരോ കോണിലും പോലീസിനെ വിന്യസിച്ചുകൊണ്ട് മുലായം സിംഗ് അയോധ്യയെ ഒരു സൈനിക ബാരക്കാക്കി മാറ്റി. അക്രമങ്ങളിൽ മരണമടഞ്ഞ രാമഭക്തരുടെ ശവമഞ്ചവും പേറി രാമമന്ത്രം ഉരുവിട്ടവരെ തടങ്കലിലാക്കി. രാമമന്ത്രം പോലും നിയമവിരുദ്ധമാക്കപ്പെട്ട കറുത്ത ദിനരാത്രങ്ങൾ. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ചുണ്ടിൽ രാമമന്ത്രങ്ങളും പാദങ്ങളിൽ പൊള്ളിത്തിണർത്ത വ്രണങ്ങളുമായി രാമകാര്യാർത്ഥം രാമഭക്തർ അയോധ്യയിലേക്ക് അണിയണിയായി അണഞ്ഞുകൊണ്ടിരുന്നു. കർസേവകർക്കുമേൽ നിറയൊഴിക്കപ്പെട്ടു. നിരവധി കർസേവകർ രാമജന്മഭൂമിക്കായി ജീവത്യാഗം ചെയ്തു. വീണ്ടും ഒരു ദ്രുതമുന്നേറ്റം നടത്തിയ കർസേവകരിൽ ഒട്ടേറെ പേർ മരിച്ചു വീണെങ്കിലും വിവാദഭൂമിയിലെ അനധികൃത ബാബറി നിർമ്മിതിക്ക് മേൽ ഭഗവത് പതാക പാറിപ്പറപ്പിച്ചു. അങ്ങനെ കർസേവ രാമസേവ വിജയമായി മാറി. രാമജന്മഭൂമി പ്രക്ഷോഭങ്ങൾ ഉറങ്ങിക്കിടന്നിരുന്ന ഭാരതീയരുടെ സിംഹവീര്യത്തെ ഉലച്ചുണർത്തി. 1992 ഡിസംബർ 6 വിശ്വഹിന്ദു പരിഷത്ത് വീണ്ടും കർസേവയ്ക്ക് ആഹ്വാനം നൽകി. കർസേവയുടെ അനുമതിക്കായി കോടതിയെ സമീപിച്ചെങ്കിലും കോടതി നിർണയങ്ങളൊന്നും കൈക്കൊണ്ടില്ല. തദനുസരണമായി ബൗദ്ധ, സിഖ്, ജൈന, ഗായത്രി പരിവാർ, സ്വാമിനാരായണൻ സംസ്ഥ എന്നീ സകല ഹൈന്ദവ പ്രസ്ഥാനങ്ങളും രാമഭക്തിയുടെ ബിന്ദുവായി രാമസിന്ധുവിൽ ലയിച്ചു. 1992 ഡിസംബർ 6 രാമസിന്ധുവിൽ ഉയർന്നു പൊങ്ങിപ്പരന്ന ജ്വാലാമുഖി വിസ്ഫോടനത്തിന്റെ ലാവാപ്രവാഹത്തിൽ രാമജന്മഭൂമിയിലെ ബാബറിന്റെ അനധികൃത സ്മാരകം നിശേഷം തകർത്തെറിയപ്പെട്ടു. ഈ നിമിഷം ശൗര്യത്തിന്റെയും ധർമ്മത്തിന്റെയും സത്യമേവ ജയതേ എന്ന മന്ത്രത്തിന്റെയും ഉത്കൃഷ്ട ക്ഷണമായിരുന്നു. യഥോധർമ്മ സ്ഥതോജയുടെ അനർഘ മുഹൂർത്തമായിരുന്നു. എന്നാൽ സംഘർഷത്തിന്റെ കഥ അവിടെയും അവസാനിച്ചില്ല. സെക്യുലറിസ്റ്റുകൾ എന്ന് വാദിക്കുന്ന ചില അരാജകവാദികൾ രാമക്ഷേത്ര നിർമ്മാണത്തിന് വിലങ്ങുതടിയായി. കോടതിയിൽ നിരന്തര വ്യവഹാരങ്ങൾ നൽകി. ഹൈന്ദവ മാനസങ്ങൾ വിറയാർന്ന ചുണ്ടുകളിൽ രാമനാമവുമായി രാമക്ഷേത്ര സ്ഥാപനത്തിന്റെ രമണീയ ദിനങ്ങൾ കനവു കാണുകയായിരുന്നു. 2019 നവംബർ 9 പരമോന്നത നീതിപീഠത്തിന്റെ 5 ബെഞ്ചുകളിലെ ന്യായാധിപന്മാർ രാമജന്മഭൂമിക്ക് അനുകൂലമായ ചരിത്ര വിധി പ്രസ്താവം നടത്തി. അയോധ്യയിലെ രാമജന്മഭൂമിയിലെ 68 ഏക്കർ മുഴുവൻ ഭൂമിയും ശ്രീരാമചന്ദ്രൻ അവകാശപ്പെട്ടതാണെന്ന് കോടതി വിധി എഴുതി. അതോടൊപ്പം രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം സ്ഥാപിക്കുന്നതിനായി ഒരു ട്രസ്റ്റിന് രൂപം നൽകാനുള്ള നിർദ്ദേശവും നൽകി. സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് 2020 ഫെബ്രുവരി 5 ഭാരത സർക്കാർ ശ്രീ രാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് രൂപം നൽകി. അതോടൊപ്പം സർക്കാർ കൈവശം വെച്ചു പോന്ന രാമജന്മഭൂമി ന്യാസിന്റെ ഭൂമിയും പുതിയ ട്രസ്റ്റിന് കൈമാറുവാൻ കോടതി ഉത്തരവ് നൽകി. ഇതിനെ തുടർന്ന് ഭാരതത്തിന്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി, പൂജ്യ മഹന്ത് ശ്രീ നൃത്യ ഗോപാൽദാസ്, രാഷ്ട്രീയ സ്വയം സേവക് സംഘം പൂജനീയ സർസംഘ് ചാലക് ഡോക്ടർ മോഹൻജി ഭാഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥ് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ രാമജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിനായുള്ള ഭൂമിപൂജനം നിർവഹിച്ച് പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു.
500 വർഷങ്ങളായി രാമജന്മഭൂമിക്കായി നടത്തിവന്ന സമാനതകളില്ലാത്ത നിരന്തര സംഘർഷങ്ങൾക്ക് അങ്ങനെ അവസാനമായി. രാഷ്ട്ര സ്വാഭിമാനത്തിനും അസ്തിത്വത്തിനുമായി ഇത്രനാൾ നീണ്ട സംഘർഷത്തിന്റെ ഗാഥ ഇതിഹാസങ്ങളുടെ ഭൂപടത്തിൽ അനുപമമായി നിലകൊള്ളും. ഭാരതത്തിന്റെ ആത്മാവും നിർവചനവുമായ രാമൻ പുരാണ ദർശനങ്ങളിലെ മര്യാദാ പുരുഷോത്തമനായി ചിരപ്രതിഷ്ഠിതനാണ്. ഹൈന്ദവ ഹൃദയങ്ങളിൽ ഈ തേജോമയ രൂപം ആജീവനാന്തം നിറയട്ടെ എന്നത് ഭാരതത്തിന്റെ പ്രാർത്ഥനയും. രാമൻ ഭാരതത്തിന്റെ ദേശീയ സ്വാഭിമാനത്തിന്റെ ധ്വജവാഹകനും ആ സേതു ഹിമാലയം മുതൽ സിന്ധു സമുദ്രം വരെ ദേശീയതയെ ഏകാത്മഭാവത്തിൽ കുരുക്കുന്ന ഒരുമയുടെ രക്ഷാസൂത്രവുമാണ്. രാമജന്മഭൂമിയിലെ ബാബറിന്റെ ആക്രമണങ്ങൾ വാസ്തവത്തിൽ ഭാരത സ്വാഭിമാനത്തിനും ദേശീയതയ്ക്കും മേലുള്ള കടന്നാക്രമണങ്ങളായിരുന്നു. ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉയർന്ന രാമക്ഷേത്രം ബാബരി മാനസികതയ്ക്കേറ്റ തിരിച്ചടി മാത്രമല്ല, മറിച്ച് സ്വരശക്തി സമ്പന്നമായ സുസംഘടിതമായ സംസ്കൃതിയുടെ വേരിഴകളിലൂന്നിയ ഭാരതഭൂമിയുടെ പുത്തൻ സൂര്യോദയവുമാണ്. രാജരാജ ചോളനും കൃഷ്ണദേവരായരും ഛത്രപതി ശിവാജിയും തുടങ്ങി മഹാത്മാഗാന്ധി വരെ സ്വപ്നം കണ്ട രാമരാജ്യത്തിലേക്കുള്ള സുദൃഢമായ പദാർപ്പണമാണിത്. രാമജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രം ദേശത്തിന്റെ അഭിമാന സ്തംഭം മാത്രമല്ല, മര്യാദാ പുരുഷോത്തമൻ ശ്രീ രാമചന്ദ്ര പ്രഭുവിന്റെ ആദർശങ്ങളുടെ ചിരപുരാതന നിത്യനൂതന സ്മൃതിയും കൂടിയാണ്. വരൂ രാഷ്ട്രഭക്തരെ, ഈ രാഷ്ട്രയജ്ഞത്തിൽ, ശ്രീരാമയജ്ഞത്തിൽ ഉടലുമുയരും ആഹൂതിയേകിയ വീരബലിദാനികളുടെ ദീപ്ത സ്മരണയ്ക്ക് മുമ്പിൽ ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കാം. രാമ 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 രാമ